لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക്. ഹാജിമാർക്ക് യാത്രയയപ്പ് നൽകി. മുപ്പത്തർ മഹദറത്തുൽ ഖാദിരിയാൻ ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെ നേതൃത്വത്തിൽ മദ്രസ ഹാളിൽ നടത്തിയ യാത്രയയപ്പിൽ ഇന്ത്യൻ കസ്റ്റംസ് സൂപ്രണ്ട് യൂസഫ് കെ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സുലൈമാൻ കരോട്ട് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അഷ്റഫ് ഞാറ്റുവട്ടി സ്വാഗതം പറഞ്ഞു. മുൻ ഭാരവാഹികളായ PB അലിഹാജി, അബ്ദുൽ ഖാദർ, ഇമാം അബ്ദുറഹിം മുസ്ലിയാർ തുടങ്ങിയവർ ആശംസകൾ പറഞ്ഞു. ചീഫ് ഇമാം അക്ബർ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനും ഭാര്യയും ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിനായി 27-ാം തീയതി പോവുകയാണ്. ഇന്നാണ് എൻ്റെ അറിയിപ്പ് കിട്ടിയത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയും ഞാൻ തയ്യാറാണ്. അത് ചെയ്യും, ശ്രമിക്കുകയും ചെയ്യും എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മെയിനായിട്ടുള്ള കാര്യം, ഹജ്ജ് കർമ്മത്തിലേക്ക് പോകുന്നത് നമ്മളുടെ അള്ളാഹുവിന്റെ പ്രതീക്ഷ ഇതിനെ കാംക്ഷിച്ചുകൊണ്ട് പോകുന്ന, അതിനെ ഭംഗം വരുത്തുന്ന യാതൊരു വിധത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. കാരണം ഈ ഹജ്ജിന് പോയിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ കുറെ പർച്ചേസ് ചെയ്യും, ഗോൾഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് മെയിനായിട്ട്. അത് കസ്റ്റംസിന്റെ ഭാഗത്തു നിന്ന് വളരെയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മൾ ഹജ്ജിന്റെ ഹുർമത്തിനെ മാനിച്ചുകൊണ്ട് അതിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. മീൻസ് ഹാജിമാർക്ക് യാതൊരുവിധ അലവൻസുകളും ഗോൾഡോ ഒന്നും കൊണ്ടുവരാനുള്ള അലവൻസുകളില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പോകുന്നത് ഹജ്ജ് കർമ്മത്തിനാണ്, അല്ലാതെ ഗോൾഡ് പർച്ചേസ് ചെയ്യാനല്ല. അത് പ്രത്യേകം നമ്മളുടെ ഭാര്യമാരോടും ഹജ്ജമാരോടും പ്രത്യേകം അത് പറയണം, എടുത്തു പറയണം. നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവരോടും പറയണം. നിങ്ങൾ അള്ളാഹുവിൻ്റെ അതിഥികളായി മക്കയിലും മദീനയിലും ഒക്കെ പോവുകയാണെങ്കിലും ഈ നാട്ടുകാരുടെ മുഴുവനും പ്രതിനിധികളായിട്ട് കൂടിയാണ് നിങ്ങൾ ഇവിടുന്ന് യാത്രയാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ ഹജ്ജിനും ഉംറയ്ക്കുമൊക്കെ മനസ്സുകൊണ്ട് അങ്ങേയറ്റം ആഗ്രഹിച്ച് കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. ആഗ്രഹമുണ്ടായതുകൊണ്ട് മാത്രം അവിടെ ചെന്ന് ഹജ്ജ് ചെയ്യൽ സാധിക്കുകയില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കഅബാലയം പണിത് പൂർത്തിയായപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും റബ്ബനാ തഖബ്ബൽ മിന്ന എന്നുള്ള പ്രാർത്ഥന ഉരുവിട്ടത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ലോകത്തുള്ള അന്ത്യനാൾ വരേക്കുമുള്ള മുഴുവൻ വിശ്വാസികളെയും ആ കഅബാലയത്തിലേക്ക് ഹജ്ജിനു വേണ്ടി വരാൻ വേണ്ടിയുള്ള അനൗൺസ്മെന്റ് ചെയ്യാനാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ആഹ്വാനം നടത്തിയിട്ടുള്ളത്. ആ പവിത്രമായ മണ്ണിൽ ഒന്ന് എത്തിപ്പെടുക എന്നത് ഓരോ മനുഷ്യന്റെയും ഓരോ മുസ്ലിമിന്റെയും അടങ്ങാത്ത അഭിലാഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം കൊടുത്ത ആളുകൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളി കേട്ട ആളുകളെല്ലാം ആ പരിശുദ്ധമായ മണ്ണിൽ എത്തിപ്പെടുകയാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ പരിശുദ്ധമായ മണ്ണിലൊന്ന് എത്തിപ്പെടണമെന്ന് വലിയ ആഗ്രഹമുള്ളവരാണ് നാമൊക്കെ. അവനും പോകാൻ പറ്റില്ല, അവന്റെ ഭാര്യക്കും പറ്റില്ല. അതുകൊണ്ട് അവനക്ക് വേണ്ടി പ്രത്യേക ഒരു വാക്യം ഓതി പ്രത്യേക ദ്വാരക്കണമെന്ന് അതിനോട് അപേക്ഷിച്ചു. ഇനി അടുത്തതായി നമുക്ക് മരണപ്പെട്ടവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. പ്രത്യേകിച്ച് നാടുകളിലേക്ക് മമതയിൽ നിലനിൽക്കുവാനും സഹായത്തോടെ നിലനിൽക്കുവാനുമല്ല എല്ലാം പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ആളുകളുമായിട്ട് ഈ ജീവിതത്തിലുണ്ടായിട്ടുള്ള എന്തെങ്കിലുമുള്ള കാര്യങ്ങളും കടപ്പാടുകളും തെറ്റുകളും കുറ്റങ്ങളൊക്കെ പൊരുത്തപ്പെടിപ്പിക്കുക. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഒരു രാഷ്ട്രത്തിന്റെ അതിഥിയെ ക്ഷണിക്കുന്നത് ആ പ്രധാനമന്ത്രിയോ അതേപോലെ ഉത്തരവാദിത്തപ്പെട്ട ആളായിരിക്കും. ഇത് അങ്ങനെയല്ല. അള്ളാഹു നേരിട്ട് തന്നെ അവൻ്റെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വഴി അള്ളാഹു നേരിട്ട്
ക്ഷണിച്ച ക്ഷണപ്രകാരമാണ് നമ്മുടെ നാട്ടിൽ നിന്നും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അള്ളാഹുവിൻ്റെ അതിഥികളായി നിങ്ങൾ ചെല്ലുന്നത് അള്ളാഹുവിൻ്റെ അതിഥികളാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ.